ലോക വനിതാ ക്രിക്കറ്റിന്റെ നെറുകയിൽ ഇന്ത്യൻ പെൺപുലികൾ. വോൾവാർത്തിന്റെ സെഞ്ചുറിയും മതിയാകുമായിരുന്നില്ല. നവി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഇതാ പുതുചരിത്രം പിറവിയെടുത്തിരിക്കുന്നു. കലാശപ്പൂരിൽ 2 തവണ കാലിടറിയപ്പോൾ വീണ ഇന്ത്യൻ കണ്ണീരിന് മറുപടിയായി കന്നിക്കിരീടം. ദക്ഷിണാഫ്രിക്കയ്ക്ക് നിരാശയോടെ മടക്കം. ഒട്ടും എളുപ്പമായിരുന്നില്ല ടൂർണമെന്റിൽ ടീം ഇന്ത്യയുടെ മുന്നേറ്റം. ആദ്യ 2 മത്സരങ്ങൾ ജയിച്ചെങ്കിലും മത്സരത്തിൽ ടീം പിന്നീട് പൊരുതി വീഴാൻ തുടങ്ങിയ തുടർച്ചയായ 3 തോൽവികൾ. പിന്നാലെ സൈബർ അധിക്ഷേപങ്ങൾ, പരിഹാസം. ഒടുവിൽ 4ാം സ്ഥാനക്കാരായി സെമിയിലെത്തിയ ഇന്ത്യക്ക് ഓസീസിനെതിരായ റെക്കോർഡ് ചേസ് വിജയം ഇന്ത്യയുടെ വിധി തന്നെ മാറ്റിയെഴുതി. കളിയിലെ താരമായത് ഷഫാലി വർമ്മ എന്ന 21-കാരിയായിരുന്നു. ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ റിസർവ് ടീമിൽ പോലും ഇടമില്ലാതിരുന്ന താരം. മോശം ഫോമും സ്ഥിരതയില്ലായ്മയും ടീമിന് പുറത്തേക്ക് വഴിതെളിച്ചപ്പോൾ അവൾ തളർന്നില്ല. ക്ഷമയോടെ തന്റെ അവസരത്തിനായി അവൾ കാത്തിരുന്നു. ഒടുവിൽ ഷഫാലിയുടെ സ്ഥാനത്ത് മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന പ്രതികാ റാവലിന് പരിക്കേറ്റതോടെയാണ് സെലക്ടർമാർ ഷഫാലിയെ ലോകകപ്പ് ടീമിലേക്ക് വിളിച്ചത്. ബാറ്റ് കൊണ്ട് മാത്രമല്ല, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പന്തെടുത്തും ഷഫാലി തിളങ്ങി. സുനിൽ ലൂസ്, മാരിസാന കാപ്പ് എന്നിവരുടെ നിർണായക വിക്കറ്റുകൾ നിർണായകമായ സമയത്ത് ഇന്ത്യക്കായി വീഴ്ത്തിയത് ഷഫാലിയിലൂടെയായിരുന്നു. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ 298 എന്ന വലിയ ലക്ഷ്യം വെക്കാനായത് ഷഫാലി വർമ്മയുടെയും ദീപ്തി ശർമ്മയുടെയും സമ്മർദ്ദത്തിന് അടിപ്പെടാത്ത ഇന്നിംഗ്സ് തന്നെയാണ്. ഷഫാലി തിരിച്ചുവരവ് ഗംഭീരമാക്കിയെങ്കിൽ ദീപ്തിയുടെ ഓൾറൗണ്ട് പ്രകടനം ഇന്ത്യക്ക് അനുകൂലമായി. ഫൈനലിൽ 58 പന്തുകൾ നേരിട്ട് 58 റൺസ് നേടിയ ദീപ്തി 9.3 ഓവറിൽ 39 റൺസ് വിട്ടു നൽകി 5 വിക്കറ്റും എടുത്തു. സെഞ്ചുറി നേടിയ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ലോറ വോൾവാർട്ടിന്റേതടക്കമുള്ള വിക്കറ്റുകൾ വീഴ്ത്തി ദീപ്തിയും തിളങ്ങി. ഓൾറൗണ്ടറായി അതിശയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച ദീപ്തിക്ക് ലഭിച്ച അംഗീകാരമാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പട്ടം. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അതിശയിപ്പിക്കുന്ന പ്രകടനം നടത്തി അവർ. ലോകകപ്പ് നേടിയ ടീമംഗം എന്ന അഭിമാനത്തോടൊപ്പം വ്യക്തിപരമായി ഏറ്റവും മികവ് അടയാളപ്പെടുത്തിയ ലോകകപ്പ് എന്ന നിലയിൽ കൂടി ദീപ്തിക്ക് 2025 എന്നും പ്രിയപ്പെട്ടതാകും. ഒപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും.